Say hello to Kerala. Hello, Kerala. ഈ വഴി വരുമ്പോൾ ഇതുപോലൊരു കവാടം ഉണ്ടാവും. ആ കവാടം നമ്മൾ തുറന്നിട്ട് വേണം പോകാനായിട്ട്. ആശിവ തുറക്ക്, കമോൺ. അത്യാവശ്യം കനമുണ്ട്. ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ്. ഓ ഏതാ സ്ഥലം ഇത്? എന്റെ മോനെ, ഞാനിത് ഇന്ത്യയിൽ തന്നെയാണോ? സോ വെൽക്കം ടു ദ 5th എപ്പിസോഡ് ഓഫ് തവാങ് സീരീസ്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് സെമിതാങ് എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്കാണ്. ഞാൻ ഇതിന് മുമ്പ് ഈ വില്ലേജിലേക്ക് പോയിട്ടില്ല. നമ്മുടെ ഗൂഗിളിലും അതുപോലെ പല പല ആൾക്കാരും പോയേക്കുന്ന ഫോട്ടോസും വീഡിയോസും മാത്രമേ ഞാൻ സെമിതാങ്ങിനെ കുറിച്ച് കണ്ടിട്ടുള്ളൂ. അന്ന് കണ്ട സമയത്ത് ഞാൻ ആഗ്രഹിച്ചാണ് സെമിതാങ്ങിലേക്ക് തവാങ് വരുമ്പോൾ പോകണമെന്നുള്ളത്. ആ ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തവാങ്ങിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 70 കിലോമീറ്റേഴ്സാണ് സെമിതാങ്ങിലേക്കുള്ളത്. അറൗണ്ട് 3 hours ഈ യാത്രയ്ക്ക് വേണ്ടി എടുക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ വില്ലേജാണ്. ഇന്ത്യയിലെ തന്നെ ഒരു ബോർഡറിലാണ് ആ വില്ലേജ് നിൽക്കുന്നത്. നമ്മുടെ സൈഡിൽ കൂടെ യാക്ക് പോകുന്നത് കണ്ട. യാക്ക് ഹൊം ഹൊം ഹൊം. അയ്യോ കുത്തു, അയ്യോ അയ്യോ സൈക്ക് സാധനം അത്. അപ്പോൾ നമ്മളിത് ഇവിടെ എല്ലാം യാക്കുണ്ട് കേട്ടോ. നമ്മൾ പോണ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിതാങ് റൂട്ടാണ്. സെമിതാങ് റൂട്ട് ഏതാ റൂട്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബുംല പാസ് പോകുന്ന റൂട്ടാണ്. ബുംല പാസ് പോകുന്ന റൂട്ട് തന്നെ നമ്മൾ നേരെ പോവുക. അതൊരു വൈ ജംഗ്ഷൻ എത്തും. ആ വൈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ബുംല പാസ് പോകുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെമിതാങ് പോകാൻ പറ്റും. സെമിതാങ് പോണ വഴി തന്നെയാണ് മറ്റേ മാധുരി ലേക്കൊക്കെ ഉള്ളത്. ഫ്രോസൺ ലേക്കാണ്. അതൊക്കെ കണ്ട് നല്ലൊരു സീനിക് വ്യൂ ആയിട്ടുള്ള റൈഡ് ആയിരിക്കും ഇന്നത്തെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലെറ്റ്സ് സീ. മാധുരി ലേക്കിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് ഐസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും നമുക്ക് ഓടിച്ച് നോക്കാം. ഇന്ന് സെമിതാങ് ചെന്നിട്ട് സെമിതാങ് സ്റ്റേ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. അത്യാവശ്യം നല്ല ക്ലൈമ്പാണ് കേട്ടോ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. 10,000 ഫീറ്റ് തവാങ്ങിൽ നിന്ന് 15,000 ഫീറ്റാണ് ബുംല പാസ് ഉള്ളത്. സെമിതാങ് എത്ര ഫീറ്റിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ സെമിതാങ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാൻ ബോർഡറിലാണ്. എന്താണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ റൈഡ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നാണ് സെമിതാങ് പോയിട്ടുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. എന്താണെങ്കിലും നോക്കാം. നല്ല ഹൈറ്റ്സ് ക്ലൈംബ് ചെയ്തിട്ടാണ് നമുക്ക് വൈ ജംഗ്ഷനിലേക്ക് എത്തേണ്ടത്. സൈഡിൽ ലേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ലേക്കിൻ്റെ പേരറിയില്ല. അത് ഫ്രോസൺ ആയിട്ടാണ് കിടക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള റൂട്ടാണ് കേട്ടോ ഇത്. വൈ ജംഗ്ഷൻ വരെ അത്യാവശ്യം നല്ല ക്ലൈമ്പാണ് കയറുന്നത്. ഓക്സിജൻ ലെവൽ നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുന്നുണ്ട്. വണ്ടി അതുകൊണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്താണ് കയറുന്നത്. നമ്മളും സ്ട്രഗിൾ ചെയ്ത് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് കയറുന്നത്. ലോവസ്റ്റ് ഗിയറിൽ തന്നെ ഓടിക്കാൻ നോക്കുക ഈ റൂട്ടൊക്കെ വരുന്ന സമയത്ത്. പക്ഷേ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ റൈഡ് ചെയ്യാനായിട്ട്. നമുക്കിനി വൈ ജംഗ്ഷനിലേക്ക് ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ബുംല പാസിലേക്ക് പോകുന്ന ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല സെമിതാങ്ങിലേക്ക് പോകുമ്പം. ബുംല പാസ് 15,000 ഫീറ്റിലേക്കാണ് പോകുന്നത്. എന്താണെങ്കിലും ഈ റൂട്ട് വരുന്ന സമയത്ത് ഒരു ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്തേലും ഒരു ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓക്സിജൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും. ഓക്സിജൻ സിലിണ്ടർ തവാങ്ങിലാണെങ്കിലും ദിരാങ്ങിലൊക്കെ ആണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. ഒരു 10-600 രൂപ കൊടുത്താൽ മതി. അത് ബാക്കിൽ കരുതി വെച്ചോ. ഹൈ മൗണ്ടെയിൻസ് ആണ്, മരങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവായിരിക്കും. ഒരു ലഡാക്ക് വൈബ്സ് ആണ് കേട്ടോ ഈ റൂട്ട് വരുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ പച്ചപ്പൊന്നുമില്ല. സമയം നട്ടുച്ചയാണെങ്കിലും സീനിക് വ്യൂസാണ്. കുറച്ചും കൂടെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഭംഗി ഭയങ്കര അടിപൊളിയാവും. അയ്യോ ശ്വാസം കിട്ടുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ക്ലൗഡ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ക്ലൗഡ്സ് കാണുന്നുണ്ട്. വിച്ച് ഇസ് ആക്ച്വലി സൈൻ സ്നോ വരാനുള്ള സൈനായിട്ടാണ് തോന്നുന്നത്. ശ്വാസം കിട്ടാത്തതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് നേരം മിണ്ടാതിരിക്കാം. ഇതുവഴി ഷോർട്ട് കട്ട് വഴിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കയറരുത്. കയറി കഴിഞ്ഞാൽ പെട്ടുപോകും. ഏതോ ഒരു ലോറി പണി കിട്ടി സൈഡിൽ കിടപ്പുണ്ട്. കേരള ഫസ്റ്റ് ഇയർ ഇടുന്നില്ല, സെക്കൻഡിൽ തന്നെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്നുണ്ട്, കുഴപ്പമില്ല.
RPM കയറി വരണം, എന്നാലേ കയറി വരുന്നുള്ളൂ വണ്ടി. അപ്പോൾ നമ്മൾ വൈ ജംഗ്ഷൻ എത്തി. വൈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകുമ്പോഴാണ് ബുംല പാസ്. ഈ റൈറ്റാണ് ബുംല പാസ് പോകേണ്ടത്. ഈ ബുംല പാസ് പോകാനായിട്ട് നമ്മൾ മറ്റേ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഈ റൂട്ട് നേരെ പോകാൻ പെർമിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വെക്കാൻ പറ്റൂല. ഇല്ലില്ല, ഗുവാഹട്ടിന്ന് നമ്മൾ മറ്റേ സേഫ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, അതിനകത്ത്. നിങ്ങളെവിടെ സ്ഥലം? ആണല്ലേ, ഇവിടെ എന്താ ആണല്ലേ, വെറുതെ ഇറങ്ങിയാപ്പാ? ആണല്ലേ, മഴയത്ത് എങ്ങനെ അടിപൊളിയായിരിക്കും? നല്ല പച്ചപ്പായിരിക്കും അല്ലേ, രസമായിരിക്കും അല്ലേ? ഇത് സ്നോയും ഇല്ല, പക്ഷേ ഓടിക്കാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ മറ്റേ സെമിത്താങ് എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പോവാ. അത് ഇവിടുന്ന് ഓൾമോസ്റ്റ് 47 കിലോമീറ്റർ ഉണ്ട്. ഈ റൂട്ട് പോയിട്ടാണ് പോകണ്ടെന്ന് കാണിക്കുന്നത്. നിങ്ങളെങ്ങോട്ടാണ് പരിപാടി അപ്പം? ബുംല പാസ് ആണോ? ആണല്ലേ, പാസ് വേണം. പാസ് ഇല്ലാണ്ട് അതാണ് ടാസ്ക്. കൊടുക്കുന്നുണ്ടാവും, പക്ഷെ സമയം അവിടെ എത്ര 1:30 മണി വരെ അങ്ങനെ കണ്ടേ ഉള്ളൂ. പൂരി വേണ്ട, അല്ല ചായ മതി. വരാം, ഞാൻ അങ്ങോട്ട് വരാം. സെമിത്താങ്ങിന് പാസ്സൊന്നും വേണ്ട, പോവാം. അതെ. അവിടെ ബ്ലാക്ക് ഐസ് ഉണ്ടോ? ഐസ് ഉണ്ടോ? ഐസ് റോഡിൽ കിടക്കുക അല്ലേ? വീഴാൻ ചാൻസ് കൂടുതലാ. ആണല്ലേ, ഓക്കെ, ശരി. ഫുൾ ഐസാണെന്ന്. സ്പെഷ്യൽ സമൂസ ചാറ്റാണല്ലേ, മിലിറ്ററി ക്യാൻറ്റീനിൽ. എങ്ങനെയുണ്ട് ആശിഫേ? തണുപ്പത്ത് കുടിക്കാൻ രസമുണ്ടല്ലേ? അനീസ്ക എങ്ങനെയുണ്ട്? നമ്മൾ തവാങ്ങിൽ നിന്ന് 10,000 ഫീറ്റിൽ നിന്ന് വന്ന് ഇപ്പോൾ 14,700 ഫീറ്റിൽ വന്നാണ് ഒരു കഫേയിൽ നിന്ന് നമ്മളിപ്പം ആർമി കഫേയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സമൂസ ചാറ്റ് കഴിച്ചത്. ഓക്സിജൻ കിട്ടുന്നില്ല, പക്ഷേ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്. SBIയുടെ ATM ആണ്. ATM അറ്റ് 2nd highest altitude in India, ATM അറ്റ് 3rd highest altitude in the world. അങ്ങനെ ഒരു ATM ആണ്. നമ്മുടെ കയ്യിൽ ATM ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൈസ എടുക്കുന്നില്ല. യാത്ര മുന്നോട്ട് തന്നെ. നമ്മൾ ഓൾമോസ്റ്റ് 14,000 ഫീറ്റ് ഹൈറ്റിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തണുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. -10 ഡിഗ്രിയാണ് അവിടെ തണുപ്പ് കാണിച്ചത്. ഭയങ്കര കെയർഫുള്ളായിട്ട് ഓടിക്കണം. ഇവിടെ ബ്ലാക്ക് ഐസ് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എന്താ ഭംഗിയല്ലേ വഴിയൊക്കെ, രക്ഷയില്ലാത്ത വഴിയാണ് കേട്ടോ സെമിത്താങ്ങിലേക്കുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് കേട്ടത്. എന്താണേലും നോക്കാം. ഫുൾ ഐസാണ് ഈ റൂട്ടിലുള്ളത്. പതുക്കെയാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ട ഐസ് കണ്ട, സൈഡിലൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല ഐസാണ്. ഇവിടെയൊക്കെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. ബാക്ക് തന്നുന്നുണ്ട്. ഇവിടെ എല്ലാം ഭയങ്കര കെയർഫുള്ളായിട്ട് ഓടിക്കണം. ഇവിടെ എല്ലാം ഐസ് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ തീർന്ന് ടപ്പ് എന്ന് പറഞ്ഞൊരു വീഴ്ച വീഴും. നമ്മുടെ പുറകിൽ കാണുന്നതാണ് മാധുരി ലേക്ക്. അതിന് മുമ്പിൽ അഭി നിപ്പുണ്ട്. അഭി, എന്തുകൊണ്ടായിരിക്കും ഈ ലേക്കിന് മാധുരി ലേക്ക് എന്നുള്ള പേര് വന്നത്? മാധുരി പണ്ട് ഇവിടെ കുളിക്കാൻ ഇറങ്ങിയിട്ട് അങ്ങനെ ഒരു പേര് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എം കണ്ടോ മാധുരിന്റെ അവിടെ, അത് മാധുരിന്റെ ഒരു ഇതാണ്, എം ആണ്. എം ഫോർ മാധുരി. നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധുരി ലേക്ക് എന്നുള്ള പേര് വന്നത് ഒരു ബോളിവുഡ് ആക്ട്രസ് ഇവിടെ ഒരു സിനിമ നടന്നിട്ടുണ്ടായിരുന്നു, കൊയില എന്ന് പറഞ്ഞൊരു സിനിമ. കൊയില അല്ലേ സിനിമ?
കൊയില എന്ന് പറഞ്ഞൊരു സിനിമ 1997 ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്, കൊയില എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിനകത്ത് മാധുരി ഡിക്സിറ്റ് ആണ് അഭിനയിച്ചേക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ സാങ്സാർ ലേക്കിനെ എന്തിലേക്ക് മാധുരി ലേക്ക് എന്ന് വിളിക്കുന്നത്, അല്ലാണ്ട് കൊളക്കടവിൽ മാധുരി കുളിക്കാൻ പോയതൊന്നുമല്ല. പിന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മരക്കഷ്ണങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1950s ഇവിടെ ഒരു എർത്ത് കേക്ക് ഉണ്ടായിട്ട് ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ വാട്ടർ സ്ട്രീം ഇങ്ങനെ ലോക്കായി പോയതായിരുന്നു. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. ആ ഫോറസ്റ്റിലെ മരങ്ങളൊക്കെ ഈ ലാൻഡ് സ്ലൈഡിൽ പെട്ടിട്ട് ആ ലോക്കായിട്ട് ആ വെള്ളം അവിടെ നിന്നിട്ട് അവിടെ ഡെഡ് ട്രീസ് ആയിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വലിയ മരങ്ങളായിരുന്നേക്കാം, ഇപ്പം ചെറിയ മരങ്ങളായിട്ടാണ് തോന്നുന്നത്. എന്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു 13,000-12,000 ഫീറ്റിലാണ് ഈ ഒരു ലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേക്ക് ഓൾമോസ്റ്റ് എല്ലാ സമയവും ഫ്രോസൺ ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്. റൈഡ് എങ്ങനെയുണ്ട്? ബാക്കിലെങ്ങനെ ഉണ്ട്? ഇതൊരു പണ്ട് നല്ല വെള്ളച്ചാട്ടത്, പക്ഷെ വെള്ളം അടി കൂടെ ഒഴുകണുണ്ടോ ഐസിന്റെ, അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് ഇപ്പോഴത്തെ വ്യൂ ആണ് അടിപൊളി, അതിലേറെ ഇത് വേറെ എന്തൊക്കെയാണോ നീ പറയുന്നത്? തണുത്തിട്ട് അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. സൂപ്പർ. ഇബ്രാഹിം എങ്ങനെയുണ്ട്? റൈഡ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഭയങ്കര മാജിക്കൽ ലാൻഡ്സ്കേപ്സ് ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഐസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഐസ് ഒക്കെ കാണാനുണ്ട്. എന്നാലും റൈഡ് മൊത്തത്തിലൊരു വളരെ നല്ല വൈബാണ്. ഇന്നത്തെ റൈഡ് അടിപൊളിയല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെയുള്ള റൈഡ്. എനിക്ക് തോന്നുന്നു മഴയത്തെ നോർത്ത് ഈസ്റ്റ് ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ ഇനി അടുത്ത നോർത്ത് ഈസ്റ്റ് എന്തായാലും ഞാൻ ബൈക്കിലല്ല, ഇപ്പോൾ 2 നോർത്ത് ഈസ്റ്റ് ബൈക്കിൽ അടിച്ചതുകൊണ്ട് തന്നെ ഇനി ഒരു നോർത്ത് ഈസ്റ്റ് അടിക്കുമ്പോൾ ഇനി കാറിലടിക്കാം എന്നുള്ള പ്ലാനാണ്. മഴയത്ത് ആകുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് നേരെയാണ് പോകുന്നത്, ഇവിടെ ഒരു ഡീവിയേഷൻ ഉണ്ട്, നേരെയാണ് പോകേണ്ടത്. നേരെ 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 മാപ്പിട്ട് വന്നാൽ മതി കേട്ടോ, മാപ്പിട്ട് വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. തവാങ്ങിൽ നിന്ന് ജമീത്താങ്ങിലേക്ക് മാപ്പുണ്ട്, സീനൊന്നുമില്ല. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡ് ആയിരിക്കും എന്ന് തോന്നുന്നു. റൂട്ട് പെട്ടെന്ന് ഓഫ് റോഡായി മാറി, അത്യാവശ്യം നല്ല ഐസ് ഉണ്ടെന്ന് തോന്നിട്ടാ. 33 കിലോമീറ്റർ ഓഫ് റോഡ് ആയിരിക്കും, അറിയില്ല, നോക്കാം. ഓ, ലേക്കിൻ്റെ താഴെ നിന്നുള്ള വ്യൂ അടിപൊളി, ഇതൊന്ന് കവർ ചെയ്തിട്ട് പോവാം. മരങ്ങളൊക്കെ കണ്ടില്ലേ നിൽക്കുന്നത്. നമ്മളിപ്പം താഴേക്കിറങ്ങി മാധുരി ലേക്കിൻ്റെ പാരലായിട്ടാണ് നിൽക്കുന്നത്. ആ മരങ്ങളൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 32 കിലോമീറ്ററേ ഉള്ളൂ സെമിത്താങ്ങിലേക്ക്. വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. എൻ്റെ മോനെ, എന്താ വഴി, വേറെ ലെവൽ വ്യൂ. ഈ അടുത്താണ് ഈ റോഡൊക്കെ വന്നേക്കുന്നതെന്ന് തോന്നുന്നു. പണ്ടത് നല്ല ഓഫ് റോഡ് റൂട്ടായിരുന്നെന്നാണ് കേട്ടത്. ഇപ്പോൾ റോഡൊക്കെ വന്നിട്ട് വലിയ സീനൊന്നുമില്ല, ചെറിയ ഓഫ് റോഡ് ഇടയ്ക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഹായ്, ചെറിയ ഗ്രാമങ്ങളിലൂടെയൊക്കെ ആയിട്ടാ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാക്കനാട് എറണാകുളത്തായിരുന്നു, ഞാനിപ്പോൾ എവിടെ വന്നാ നിൽക്കുന്നതെന്ന് ഏതാ സ്ഥലം അല്ലേ. മഞ്ഞ് മലയല്ല, പക്ഷെ മഞ്ഞിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ രസം ഓടിക്കാനായിട്ട്. ഓ, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആട്ടാ. തവാങ് വന്നു കഴിഞ്ഞാൽ സെമിത്താങ്ങിലേക്കുള്ള റൂട്ട് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓ, വഴിയൊക്കെ കിടപ്പ് കണ്ടിട്ട് ഏറ്റവും പോലെ സീൻ. നല്ല കുത്തൻ ഇറക്കാണ്. ഏതോ ചെറിയ ഗ്രാമമാണ് കേട്ടോ, നമ്മൾ വരുന്ന വഴിയുള്ളൊരു ചെറിയ ഗ്രാമമാണ്. ഇത്ര നേരം വലിയ ഗ്രാമങ്ങളൊന്നും കണ്ടില്ല. ഇവിടെ ഒരു ഗ്രാമമുണ്ട്, പക്ഷെ കടകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. റോഡൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പണിത് വന്നാണെന്ന് തോന്നുന്നു, സെറ്റായിട്ട് കിടപ്പുണ്ട്. പുതിയ റോഡ് വന്നേക്കുന്ന കേട്ടോ. ഇത്
ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൗതം എന്ന് പറഞ്ഞ, ഗൗതമിനോട് ചോദിച്ചപ്പോൾ ഇവിടെ ഫുൾ ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എനിക്ക് വന്ന് ഗൗതം ഇപ്പോൾ വന്നിട്ട് 1.5 കൊല്ലം കണ്ടായി. ഇപ്പോൾ ഫുള്ള് റോഡായിട്ടുണ്ട് അത്യാവശ്യം, അതുകൊണ്ട് ഈസി ആയിട്ട് എല്ലാ വണ്ടികൾക്കും വരാനൊക്കെ പറ്റും. ബട്ട് ബി വെരി കെയർഫുൾ. നല്ല തെന്നലുണ്ട് കേട്ടോ റോഡിന്. നമ്മളിപ്പോൾ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റോഡാണ്, ഭയങ്കര സ്ലിപ്പറിയാണ് റോഡ്. ഐസ് വീണിട്ടല്ല, പക്ഷേ ഭയങ്കര തെന്നിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഗിയറിൽ തന്നെ നിങ്ങൾ ഇറക്കാൻ നോക്കുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതുപോലെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ റോഡ് അവസാനിച്ചോ? എനിക്ക് വന്ന് കുറച്ച് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ റോഡ്. ഇപ്പോൾ റോഡില്ല, ഓഫ് റോഡായിട്ടുണ്ട് വീണ്ടും. താഴെ വരെ ഓഫ് റോഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ റോഡ് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഓ എന്താ വഴി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര റിമോട്ട് റൂട്ടാണ് കേട്ടോ. അധികം ആരെയും കണ്ടില്ല ഈ റൂട്ട് ഇതുവരെ വന്നിട്ട്. ഓ എന്താ ഭംഗി, എന്താ രസം. ഇപ്പൊ റോഡ് അടിപൊളിയായിട്ടാ. ഓ ഏതാ ഈ സ്ഥലം? ഈ വഴി വരുമ്പോ ഇതുപോലൊരു കവാടം ഉണ്ടാവും. ആ കവാടം നമ്മൾ തുറന്നിട്ട് വേണം പോവാനായിട്ട്. ആശുവേ തുറക്കേ, കമോൺ. അത്യാവശ്യം കനമുണ്ട്. ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ്. പോവാം. ലാസ്റ്റ് വരുന്ന ആൾ അടച്ചേക്കണേ. എന്താ വൈബല്ലേ. ഓ കടകളൊന്നും കാണാനില്ലാട്ടാ. ഏതോ മാജിക്കൽ ലാൻഡിൽ വന്നെത്തിയതുപോലെയാ തോന്നുന്നത്. മാൻ, ഇത് വന്നിരിക്കേണ്ട റൂട്ട് തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓ ഇത് വേറൊരു കവാടം, തുറന്നു വെച്ചേക്കാണല്ലോ ഈ കവാടം. നൈസ്. ഇവിടെ വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടാവോ? അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. കരടി ഉണ്ടാവുമായിരിക്കും. ഒരു മടുപ്പില്ലാട്ടോ ഇന്നത്തെ റൈഡ്. ഭയങ്കര രസമുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. നമ്മുടെ അബിയുടെ എക്സ്പൾസ് ആണ് ഓടിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് 10,000 കിലോമീറ്റേഴ്സ് ഓടിയ എക്സ്പൾസ് ആണ്. എൻ്റെ എക്സ്പൾസ് പോലെ തന്നെയുണ്ട്. അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സൗണ്ട് മാറും, അങ്ങനെ മാറും, ഇങ്ങനെ മാറും എന്നൊക്കെ. പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയുണ്ട്. ഓ എന്താ വ്യൂ.
യാക്ക് 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 ഇച്ചിരി സീനാണ്. യാക്കിനെ നോക്കിയും കണ്ടൊക്കെ ഡീൽ ചെയ്യണം. ഓ ഏതാ സ്ഥലം ഇത്? എൻ്റെ മോനെ, ഞാനിത് ഇന്ത്യയിൽ തന്നെയാണോ? ഏതാ സ്ഥലം ഇത്? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? നമ്മളെ കണ്ടട്ടെ യാക്കുകൾ ഓടി വന്ന്. എങ്ങനെയുണ്ട് ആശിഫ? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് ഇത്? അരുണാചൽ, അതായത് തവാങ് വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ്. ഓ അത് നമ്മള് കുത്താൻ വരുമോ? നമ്മള് വരുന്ന കണ്ടിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. ഓ എന്താ മലനിരകള്. ഹനീസ്ക്ക് അങ്ങനെയുണ്ട്? ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ സെമീതാങ് എന്ന് പറഞ്ഞപ്പം? ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടാ. പക്ഷെ നമ്മള് കുറച്ച് ദിവസം മുമ്പേ വരണമായിരുന്നു, കുറച്ച് ഡേയ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യണമായിരുന്നു. എനിക്കിത് ഇന്ത്യ ആയിട്ട് തോന്നേയില്ല. ഇത് പക്ഷെ അവന് ബ്രേക്ക് കിട്ടുന്നില്ല. Hello. Say hello to Kerala. Hello, Kerala. കുറച്ചു നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. 1 ഡിഗ്രിയേ ഉള്ളൂ. പക്ഷേ ഈ വാലി താഴെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൂട്ട്. അങ്ങനെ നമ്മൾ സെമിത്താങ്ങിലെത്തി. അവസാനം ഒരു കടയെത്തിയിരിക്കുകയാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അയ്യോ എല്ലാം സൂപ്പർ ആയിരുന്നു. വല്ലാത്ത സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നാരോ റോഡില് ഇരുട്ടത്ത് ഓഫ് റോഡ് റോഡ് അവസാനം ഒരു കട കിട്ടി. ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എത്ര ആവുന്നൊന്നും അറിയില്ല കേട്ടാ. നോക്കാൻ സമയം ഉണ്ടായില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ സെമിത്താങ് ഒരു സ്റ്റേ എടുത്തിരിക്കുകയാണ്. ഒരു ഹോം സ്റ്റേ ആണ് എടുത്തേക്കുന്നത്. ഭയങ്കര ഒരു കുഗ്രാമം പോലത്തെ സ്ഥലമാണ്. കുറേ റൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാന്റെയും തൊട്ടടുത്താണ്. പിന്നെ ഇതിന്റെ തൊട്ടടുത്താണ് ചൈനയുടെയും തൊട്ടടുത്താണുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് സൂര്യൻ ഉദിക്കുള്ളൂ. 4 മണിയാകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. എത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ? അല്ലേ, കുറവാണ്. 6 മണിക്കൂർ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടുത്തെ റൂമിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. എത്ര റൂമിന്റെ റേറ്റ് വന്നേക്കുന്നത്? നമ്മളെ റൂം കുറച്ചും കൂടി ചീപ്പാണ്. ഒരു 700 രൂപ ഒരാൾക്ക് പെർ ഹെഡ് അല്ലേ? പെർ ഹെഡ്. നമ്മൾ 2 ദിവസം ഇവിടെ ഉണ്ടാവും. പൊതുവെ ഇവിടെ സെമിത്താങ്ങിൽ റൂമിന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിനിപ്പോ കാര്യം എന്താ? ഇത്രയും ഉള്ളിലായതുകൊണ്ടായിരിക്കും അല്ലേ? ഉള്ളിലായതുകൊണ്ടാണ്. അവർക്ക് ചെറിയ സീസൺ അല്ലേ ഉള്ളൂ. അപ്പം അവര് റേറ്റ് കൂടുതലാണ് നോർമലി വെക്കുന്നത്. നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ചീപ്പാണ്. പിന്നെ അവരെന്ത് പറഞ്ഞാലും നമുക്ക് എടുത്തേ പറ്റുള്ളൂ. കാര്യം നമ്മൾ അത്രയും മാലയൊക്കെ ഇറങ്ങി വന്നേക്ക് ഇനി തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വെറും 20 കിലോമീറ്റർ കവർ ചെയ്യാൻ നമുക്ക് ഓൾമോസ്റ്റ് 2 മണിക്കൂർ എങ്ങാണ്ട് എടുത്തു. ഈ ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ വരാൻ വേണ്ടി നമുക്ക് ഓൾമോസ്റ്റ് 6 മണിക്കൂറാണ്. അധികം വലിയ ബ്രേക്ക് ഒന്നും നമുക്ക് എടുക്കാണ്ട് തന്നെ 6 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഇവിടെ വരാൻ എടുത്തു. പിന്നെ ഇവിടെ ജിയോയ്ക്കൊന്നും റേഞ്ച് ഇല്ല. ഏതിനാ റേഞ്ച് ഉള്ളത്? എയർടെൽ മാത്രം. എത്ര സ്പീഡ് കിട്ടുന്നുണ്ട്? എയർടെല്ലിൽ ഇപ്പൊ കണക്ട് ചെയ്തിട്ട് 5G 100 Mbps എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം നെറ്റ് ഉണ്ടാവില്ല. വെറുതെ വിളിക്കാനാണെങ്കിൽ BSNL ഓക്കെയാണ്. എയർടെൽ ആയിട്ട് വന്നാൽ മതി. ജിയോയ്ക്ക് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി നമ്മളിവിടെ കിടന്ന് ഉറങ്ങുന്നിട്ട് രാവിലെ 10 മണിക്ക് എഴുന്നേറ്റിട്ടാണ് നാളത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം ഈ ഒരു വ്ളോഗിൽ നിന്ന് ബൈ പറ. ബൈ.